ഹായ്, ഐ എം ആതിര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു-വേ ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ടു-വേ അനോവയാണ്. അപ്പോൾ എന്താണ് ടു-വേ ക്ലാസിഫിക്കേഷൻ? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ രണ്ട് ഫാക്ടേഴ്സിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ടു-വേ ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയും. അതായത് നമ്മളപ്പോൾ ആ ഡാറ്റയിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയാണ് അനലൈസ് ചെയ്യുക. When the data are classified according to two factors influencing, we call it two-way classification. In two-way classification model or two-way ANOVA, we are analyzing the effect of two factors simultaneously. ആ രണ്ട് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ അനലൈസ് ചെയ്യും. അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും, നമ്മൾ ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ടാകും. ഫസ്റ്റ് വൺ, അസ്യൂം ദാറ്റ് ദ മീൻ ഓഫ് ഓൾ കോളംസ് ആർ ഈക്വൽ. കോളംസിൻ്റെ മീനൊക്കെ ഈക്വൽ ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഒരു ഫാക്ടറിനെ കോളം വൈസും ഒരു ഫാക്ടർ റോ വൈസും ആണ് ഉണ്ടാവുക. ഇപ്പോൾ മന്തിലെ വേരിയേഷനാണ് നമ്മൾ കോളം വൈസ് എടുത്തു വെച്ചാൽ, കോളത്തിൽ ഫസ്റ്റ് കോളം ചിലപ്പോൾ ജനുവരി ആവാം, സെക്കൻഡ് കോളം ഫെബ്രുവരി ആവാം, ദെൻ തേർഡ് കോളം മാർച്ച് ആവാം. അപ്പം അങ്ങനെ അതുപോലെ തന്നെ റോ വൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സെയിൽസ് ആണെന്നെങ്കിൽ റോ വൈസ് ഏതെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെയോ സ്പെഷ്യൽ ഐറ്റം ആവാം, അല്ലെങ്കിൽ സെയിൽസ്മാൻസ് സെയിൽ ചെയ്യുന്നതാവാം. അതായത് ഫസ്റ്റ് ഒരു 4 പേര് എടുക്കുകയാണ്, ആ 4 പേര് എത്രത്തോളം സെയിൽ ചെയ്തിട്ടുണ്ട് ഓരോ മന്തിൽ എന്നുള്ളതാണ് ഡാറ്റ. അപ്പോൾ നമ്മൾ റോ വൈസ് വരിക ഓരോ സെയിൽസ്മാൻസിൻ്റെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഫാക്ടേഴ്സാണ് അവിടെ അനലൈസ് ചെയ്യാൻ വരിക. അപ്പോൾ നമുക്കൊരു ടേബിളാണ് ഉണ്ടാവുക, റോ വൈസ് ഒരു ഫാക്ടർ ഉണ്ടാവും, കോളം വൈസ് ഒരു ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഹൈപ്പോത്തസിസ് കോളം മീൻസ് ആർ ഈക്വൽ എന്നുള്ളത് എടുത്തു. അതായത് H0 such that alpha 1 is equal to H0 എന്ന് ഇടുക കേട്ടോ. such that alpha 1 equal to alpha 2 equal to etc. alpha c. alpha c ഡിനോട്ട് ചെയ്യുന്നത് ലാസ്റ്റത്തെ കോളം എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ അവസാനത്തെ കോളം ഏതാണോ അതുവരെ എത്ര കോളംസ് ഉണ്ടോ അതിനനുസരിച്ച് മീൻ ഈക്വൽ ആണെന്നുള്ളത് എടുക്കുക. ദെൻ സെക്കൻഡ്, അസ്യൂം ദാറ്റ് ദ മീൻസ് ഓഫ് ഓൾ റോസ് ആർ ഈക്വൽ. ചൂസ് ദ ഹൈപ്പോത്തസിസ് ആസ് H02 is equal such that beta 1 equal to beta 2 equal to etc. equal to ബീറ്റ ആർ. ഇവിടെ ആർ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. അപ്പോൾ എത്ര റോസ് ഉണ്ട് അത്രയും ബീറ്റ 1 ബീറ്റ 2. ഇപ്പോൾ 4 റോസ് ആണെന്ന് വെച്ചാൽ ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 ഈക്വൽ ടു ബീറ്റ 3 ഈക്വൽ ടു ബീറ്റ 4 വരും. റോ വൈസുള്ള ഫാക്ടേഴ്സിൻ്റെ മീൻ ഈക്വൽ ആണ് അല്ലെങ്കിൽ എഫക്റ്റ് ഈക്വൽ ആണ് എന്നുള്ളതാണ് എടുക്കുന്നത്. ദെൻ നമ്മൾ വൺ വേയിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ടോട്ടൽ കാണണം. ടി ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ദെൻ കാൽക്കുലേറ്റ് SST, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ എൻ. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഇനിയുള്ളതാണ് നമ്മൾ ചെറിയ വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ SSCയും SSRും അതായത് സം ഓഫ് സ്ക്വയർ ഓഫ് കോളംസും വരും, സം ഓഫ് സ്ക്വയർ ഓഫ് റോസും വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ SSRോ SSCയോ ഏത് ആദ്യം കണ്ടാലും പ്രശ്നമൊന്നുമില്ല, ഇക്വേഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഫൈൻഡ് SSR ഇസ് ഈക്വൽ ടു സിഗ്മ x1 ഹോൾ സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ x2 ഹോൾ സ്ക്വയർ ബൈ n2 പ്ലസ് എക്സെട്ര പ്ലസ് സിഗ്മ XR ഹോൾ സ്ക്വയർ ബൈ nr. അപ്പോൾ ഇവിടെ സിഗ്മ x മൈനസ് ടി സ്ക്വയർ ബൈ n മൈനസ് കറക്ഷൻ ഫാക്ടർ ഉണ്ട് കേട്ടോ. ദെൻ സിഗ്മ x1 സിഗ്മ x2 എക്സെട്ര സിഗ്മ XR എന്ന് പറയുന്നത് റോസിൻ്റെ സമ്മാണ്. ഇപ്പോൾ റോസ് നമുക്ക് എത്ര റോസ് ഉണ്ടോ അത്രയും റോസിൻ്റെ ഓരോ റോസിൻ്റെയും ടോട്ടലുകളാണ് ഈ സിഗ്മ x1 സിഗ്മ x2 സിഗ്മ XR വരെയുള്ള ഡിനോട്ട് ചെയ്യുന്നത് ആ റോ ടോട്ടൽസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റോയിൽ എത്ര എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് n1 n2 എക്സെട്ര nr ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n1, സെക്കൻഡ് റോയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n2, അങ്ങനെ ആർത്ത് റോയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് nr. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSR കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് SSC
which is equal to sigma x1 whole square by n1 plus sigma x2 whole square by n2 plus etc. plus sigma xc whole square by nc. nc സ്ക്വയർ ഇല്ല കേട്ടോ, ബ്രാക്കറ്റ് കുറച്ച് എക്സ്പാൻഡ് ആയി പോയതാണ്. ഇത്രയേ ഉള്ളൂ. whole square by nc minus t square by n. that is sigma, ഇവിടെ sigma x1 sigma x2 etc. sigma xc എന്ന് പറയുന്നത് കോളത്തിൻ്റെ ടോട്ടൽസ് ആണ്. വൺവേയിൽ ചെയ്ത പോലെ തന്നെ കോളം ടോട്ടൽസ് ആണ് ഇവിടെ എടുക്കുന്നത്. n1 n2 etc. nc എന്ന് പറയുന്നത് ഓരോ കോളത്തിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ദെൻ ss is equal to ടോട്ടൽ സം ഓഫ് സ്ക്വയറിന് കോളം സം ഓഫ് സ്ക്വയറും റോ സം ഓഫ് സ്ക്വയറും കുറയ്ക്കാം. അപ്പോൾ ss is equal to sst minus ssr minus ssc. ദെൻ അടുത്തത് നമുക്ക് മീൻ സ്ക്വയേഴ്സ് കാണണം. msc is equal to ssc divided by c minus 1. c എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ദെൻ msr is equal to ssr divided by r minus 1. r എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്. then ms is equal to sse divided by r minus 1 into c minus 1. then രണ്ട് f ratios ഉണ്ട്. രണ്ട് h നോട്ട് ഉണ്ടാകുമ്പോൾ രണ്ട് f വാല്യൂസ് ഉണ്ടാവും. fr is equal to msr by mse, which follows f distribution with r minus 1 comma r minus 1 into c minus 1 degrees of freedom. അതുപോലെ fc is equal to msc divided by mse follows f distribution with c minus 1 comma r minus 1 into c minus 1 degrees of freedom. ഇപ്പോൾ രണ്ട് എഫ് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ടേബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടേബിൾ വാല്യൂ ഓഫ് എഫ് സി നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഫോർ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം c minus 1 comma r minus 1 into c minus 1 ആൻഡ് ആൽഫയ്ക്കും. ദെൻ എഫ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ തന്നെ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് r minus 1 comma r minus 1 into c minus 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എഫ് വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏത് എഫ് റേഷ്യോ ആണോ അതേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനുള്ള ടേബിൾ വാല്യൂ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കമ്പയർ ചെയ്യരുത്. ദെൻ അനോവ ടേബിൾ വരയ്ക്കുക. അനോവ ടേബിളിൽ സോഴ്സ് ഓഫ് വേരിയേഷൻ ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹെഡിങ്ങൾ ടേബിളിലെ ഓരോ കോളത്തിൻ്റെ മുകളിലുള്ളത് നിങ്ങളത് കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എക്സാമിനൊക്കെ എഴുതുമ്പോൾ. സോഴ്സ് ഓഫ് വേരിയേഷൻ ആണ് ഫസ്റ്റ് കോളം. ദെൻ സം ഓഫ് സ്ക്വയേഴ്സ്, ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്, എഫ് റേഷ്യോ. അപ്പോൾ സോഴ്സ് ഓഫ് വേരിയേഷൻ നമുക്കിവിടെ 3 വേരിയേഷൻ വരും. ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, റെസിഡുവൽ. ദെൻ ടോട്ടൽ വേരിയേഷന് സം ഓഫ് സ്ക്വയേഴ്സ് SSC വരും, SSR വരും, SSE. ദെൻ ടോട്ടൽ SST. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കോളത്തിൻ്റെത് C-1, റോൻ്റെ R-1, എറർ അല്ലെങ്കിൽ റെസിഡുവലിൻ്റെ C-1 ഇൻറ്റു R-1, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1. മീൻ സ്ക്വയേഴ്സ് MSC, MSR, MSE എഴുതുക. ദെൻ എഫ് റേഷ്യോസ് 2 എഫിൻ്റെ വാല്യൂസ് എഴുതാം. അങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കുക. The following table gives the monthly sales in 1000 rupees of a certain firm in 3 different states by 4 different salesmen. അപ്പോൾ 4 സെയിൽസ്മെൻസിൻ്റെ സെയിലിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് 3 സ്റ്റേറ്റുകളിലായിട്ടാണ് സെയിൽസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റിനും അനുസരിച്ചും 4 സെയിൽസ്മെൻസിന് അനുസരിച്ചുള്ള ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കോളം വൈസ് WXYZ എന്നുള്ളതൊക്കെ സെയിൽസ്മെൻ ആണ്. ABC എന്നുള്ളത് സ്റ്റേറ്റുകളുമാണ്. ഓക്കെ, റോ വൈസ് സ്റ്റേറ്റും കോളം വൈസ് സെയിൽസ്മെനും ആണ് തന്നിട്ടുള്ളത്.
State whether the difference between states affected by the 4 salesmen and difference between sales affected in 3 states are significant. അതായത് സെയിൽസ്മെൻസിൻ്റെ ഓരോ സെയിൽസ്മെൻസിനനുസരിച്ച് സെയിലിന് വ്യത്യാസം വരുന്നുണ്ടോ, ആ വ്യത്യാസം സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ ഡിഫറൻസിനനുസരിച്ച് സെയിൽസിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ, അതായത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-വേ അനോവയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. കാരണം 2 ഫാക്ടറിൻ്റെ എഫക്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. Then assume that the column means are equal. First hypothesis, column means are equal. ഇവിടെ columns എന്താ, salesmen ആണ്. അപ്പോൾ salesmen there is no significant difference between the sales of 4 salesmen. സെയിൽസ്മെൻസിൻ്റെ സെയിൽസ് ഈക്വൽ ആണ് എന്നുള്ളതാണ് എടുക്കേണ്ടത് എച്ച് നോട്ട്. അപ്പോൾ എച്ച് നോട്ട് 1 such that alpha 1 equal to alpha 2 equal to alpha 3 equal to alpha 4. 4 സെയിൽസ്മാൻ ആയതുകൊണ്ട് alpha 4 വരെ വരും. Then assume that the raw means are equal. raw means equal ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതായത് there is no significant difference between the sales in the 3 states. 3 സ്റ്റേറ്റിലെയും സെയിൽസിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. that is h naught 2 such that beta 1 equal to beta 2 equal to beta 3. 3 എണ്ണേ ഉള്ളൂ, അപ്പോൾ beta 3 വരെ വരും. ഓക്കെ, ദെൻ ടോട്ടൽ കാണണം. ടി ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 144 കിട്ടും, 144. ദെൻ കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ബൈ എൻ ഇസ് ഈക്വൽ ടു 144 സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്, 3 റോ വൈസും 3 കോളും 4 റോസും 3 റോസും 4 കോളംസും ഉണ്ട്. അപ്പോൾ 3 × 4 12 ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 144 സ്ക്വയർ ബൈ 12 വിച്ച് ഇസ് ഈക്വൽ ടു 172928 എന്ന് കിട്ടും. അപ്പോൾ 1728 കറക്ഷൻ ഫാക്ടർ. ദെൻ എസ് എസ് ടി കാണണം. എസ് എസ് ടി ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ. ഓരോ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക, ലാസ്റ്റ് വരെ എല്ലാ 12 ഒബ്സർവേഷനും സ്ക്വയർ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്താൽ നമുക്ക് 1848 മൈനസ് 1728 ഇസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. ദെൻ എസ് എസ് സി ഇസ് ഈക്വൽ ടു, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എസ് എസ് സി ഇസ് ഈക്വൽ ടു സിഗ്മ x1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ബൈ n2 പ്ലസ് സിഗ്മ x3 സ്ക്വയർ ബൈ n3 പ്ലസ് സിഗ്മ x4 സ്ക്വയർ ബൈ n4. അതായത് നമുക്ക് 4 കോളംസ് ആണുള്ളത്. അപ്പോൾ ഓരോ കോളത്തിൻ്റെ ടോട്ടൽ സ്ക്വയർ ബൈ ആ കോളത്തിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ 42 സ്ക്വയർ ബൈ ഒരു കോളത്തിൽ എത്ര എലമെൻ്റ് ഉണ്ട്, 3 എലമെൻ്റ് ആണുള്ളത്. ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ കോളത്തിൽ 3 എലമെൻ്റ് ആണ് ഉള്ളത്. കാരണം നമുക്കിവിടെ 4 ഫാക്ടേഴ്സും റോ വൈസ് 3 എണ്ണമാണുള്ളത് അല്ലേ. റോ വൈസ് 3 എണ്ണം, ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ ഉള്ളത്. കോളം വൈസ് 4 ഫാക്ടേഴ്സും റോ വൈസ് 3 എണ്ണം. അപ്പോൾ ഒരു കോളത്തിൽ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 42 സ്ക്വയർ ബൈ 3 പ്ലസ് അടുത്ത കോളത്തിൻ്റെ ടോട്ടൽ 36 ആണ്. 36 സ്ക്വയർ ബൈ 3 പ്ലസ് അടുത്തതിൻ്റെ ടോട്ടൽ 30 സ്ക്വയർ ബൈ 3 പ്ലസ് 36 സ്ക്വയർ ബൈ 3 മൈനസ് 1728. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് എല്ലാ കോളത്തിലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആണ്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ചിലതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കുറവായിരിക്കും, ഒരു കോളത്തിലൊക്കെ എലമെൻ്റ് ഇല്ലാതെയും വരാം. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് സി ഇസ് ഈക്വൽ ടു 24 എന്ന് ആൻസർ കിട്ടും. ദെൻ എസ് എസ് ആർ ഇസ് ഈക്വൽ ടു സിഗ്മ x1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ബൈ n2 പ്ലസ് സിഗ്മ x3 സ്ക്വയർ ബൈ n3 മൈനസ് ടി സ്ക്വയർ ബൈ n. അതായത് ഓരോ റോസിൻ്റെ സമ്മ്. റോയിൽ എത്ര എലമെൻ്റ് ഉണ്ട്, 4 എലമെൻ്റ് ഉണ്ട്. ഒരു റോയിൽ 4 എലമെൻ്റ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്നതാണ് ഒരു റോ. അപ്പോൾ ഒരു റോയിൽ 4 എലമെൻ്റ് ഉണ്ടാകും നമുക്ക്. അപ്പോൾ ആ 4 എലമെൻറ്റ്സ് ആണ് ഓരോ റോയിലും. അപ്പോൾ ഓരോ റോൻ്റെ
ടോട്ടൽ. ഇപ്പോൾ ഫസ്റ്റത്തെ റോൻ്റെ ടോട്ടൽ 40 ആയിരുന്നു, അത് സ്ക്വയർ ബൈ 4 പ്ലസ് സെക്കൻഡ് റോൻ്റെ ടോട്ടൽ 48 സ്ക്വയർ ബൈ 4 പ്ലസ് അടുത്ത റോൻ്റെ ടോട്ടൽ 56 അത് സ്ക്വയർ ബൈ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടും. അപ്പം എസ് എസ് സിയും എസ് എസ് ആറും കിട്ടി. ദെൻ എസ് എസ് ടി എന്ന് പറയുന്നത് എസ് എസ് ഇ എന്ന് പറയുന്നത് എസ് എസ് ടി മൈനസ് എസ് എസ് സി മൈനസ് എസ് എസ് ആർ ആണ്. Which is equal to 120 minus 24 minus 32 equal to 64 എന്ന് കിട്ടും. ദെൻ ഇനി നമുക്ക് മീൻ സ്ക്വയേഴ്സ് കാണാമല്ലോ. എം എസ് സി ഇസ് ഈക്വൽ ടു എസ് എസ് സി ബൈ സി മൈനസ് 1. എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ് ഉണ്ട്. അപ്പോൾ 24 ഡിവൈഡ് ബൈ 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ദെൻ എം എസ് ആർ ഇസ് ഈക്വൽ ടു എസ് എസ് ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് 1. എസ് എസ് ആർ 32 ആണ്. നമ്പർ ഓഫ് റോസ് 3 ആണ്. 3 മൈനസ് 1 2. അപ്പോൾ 32 ബൈ 2 എന്ന് പറയുന്നത് 16. ദെൻ എം എസ് ഇ ഈസ് ഈക്വൽ ടു എസ് എസ് ഇ ബൈ ആർ മൈനസ് 1 ഇൻറ്റു സി മൈനസ് 1 ഇസ് ഈക്വൽ ടു 64 ഡിവൈഡ് ബൈ 3 മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 10.67 കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് റേഷ്യോസ് കാണാം. എഫ് സി ഇസ് ഈക്വൽ ടു എം എസ് സി ബൈ എം എസ് ഇ equal to 8 by 10.67 equal to 0.75 കിട്ടി. Then FR is equal to MSR divided by MSE which is equal to 16 divided by 10.67 which is equal to 1.499 കിട്ടും. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അനോവ ടേബിൾ വരയ്ക്കാം. അനോവ ടേബിളിൽ സോഴ്സ് ഓഫ് വേരിയേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്, എഫ് റേഷ്യോ, ബിറ്റ്വീൻ കോളംസ്, സോഴ്സ് ഓഫ് വേരിയേഷൻ, ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, റെസിഡ്യൂൽ, ടോട്ടൽ, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതാം. ദെൻ നമുക്ക് കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ ഓഫ് എഫ് ഫോർ ആൽഫ ഈക്വൽ ടു 0.05, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 0.01 കൊടുക്കാം. സാധാരണ നമ്മൾ കൂടുതലായിട്ട് 0.05 ആണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം അതെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എഫ് സി എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? C-1, R-1 ഇൻറ്റു C-1 ആയിരുന്നു. അതായത് എഫ് സി 36 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനാണ് എടുക്കുന്നത്. അത് 4.78 എന്ന ടേബിളിൽ നിന്ന് കിട്ടും. ദെൻ എഫ് ആർ R-1, R-1 ഇൻറ്റു C-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് 26 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 5.14. ദെൻ ഈ ടേബിൾ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂയും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് സിയുടെ ടേബിൾ വാല്യൂവിനോട് കമ്പയർ ചെയ്യുക. എഫ് ആറിൻ്റെ വാല്യൂ എഫ് ആറിൻ്റെ ടേബിൾ വാല്യൂവിനോട് കമ്പയർ ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് സി ഈസ് ഈക്വൽ ടു 0.75 ലെസ് ദാൻ ടേബിൾ വാല്യൂ 4.76. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് എച്ച് നോട്ട്. അപ്പോൾ എച്ച് നോട്ട് 1 എന്താ? ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 ഈക്വൽ ടു ആൽഫ 4. That is, there is no significant difference between the sales of the 4 salesmen. ഇത് കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എഴുതണം. Then the calculated value of FR which is equal to 1.499 less than table value 5.14. Therefore, we accept H02 such that beta 1 equal to beta 2 equal to beta 3. അപ്പോൾ എഫ് ആറിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കൂടി കമ്പയർ ചെയ്തപ്പോഴും അക്സെപ്റ്റ് ആണ് കിട്ടിയത്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽസ് ഇൻ 3 സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സിനനുസരിച്ചുള്ള സെയിൽസിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇതിൽ ചില കേസിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഹൈപ്പോത്തസിസ് H01 അക്സെപ്റ്റ് ചെയ്യും, H02 റിജക്റ്റ് ചെയ്യാം. നേരെ തിരിച്ചും വരാം, 2 അക്സെപ്റ്റ് ചെയ്യാം, 2 റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത് എഫ് റേഷ്യോ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ആയിട്ട് മാത്രം കമ്പയർ ചെയ്യുക, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ടു വേ അനോവയുടെ പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.